നായാടി മുതൽ നമ്പൂരി വരെയുള്ളവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഭൂരിപക്ഷ സമുദായ ഐക്യം കെട്ടിപ്പടുക്കാൻ നമ്മുടെ വീരശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ഒരു ശ്രമം നടത്തിയത്. ശ്രമം ഭാഗികമായി വിജയിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അന്ന് പൊതുവെ തന്നെ സംസ്ഥാനത്ത് സാമുദായിക ധ്രുവീകരണം വളരെ കാര്യമായിട്ട് നടത്തിയിരുന്നു. ലീഗും കേരള കോൺഗ്രസുമാണ് UDF ഭരണത്തിൽ പ്രധാന പങ്കാളിത്തം കൈയാളുന്നതെന്ന് കോൺഗ്രസ്സിന് പറയത്തക്ക റോളൊന്നുമില്ല. ഭൂരിപക്ഷ സമുദായങ്ങൾ പൂർണ്ണമായി അവഗണിക്കപ്പെടുകയാണ് എന്നൊരു തോന്നൽ, അതിലെന്തുമാത്രം സത്യമുണ്ടെന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ അങ്ങനൊരു തോന്നൽ ഈ നായന്മാർക്കും ഈഴവർക്കും മറ്റ് ഹിന്ദു സമുദായങ്ങൾക്കും ഇടയിലുണ്ടായിരുന്നു. അത് വിരൽ ചൂണ്ടിയത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടി, KM മാണി എന്നിവർക്കും നേരെയായിരുന്നു. അങ്ങനെ ആ ഒരു വികാരം ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യം മുതൽക്ക് സംസ്ഥാനത്ത് നീറിപ്പോകാൻ തുടങ്ങി. തുടർന്നുള്ള പല സംഭവങ്ങളും അതിന് ആക്കം കൂട്ടി. ഒടുവിൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വളരെ പ്രകടമായി. അവിടെ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി M വിജയകുമാർ വളരെ പിന്നിലായിപ്പോയി. തൊട്ടു പുറകെ BJPയുടെ O രാജഗോപാലും എത്തിച്ചേർന്നു. BJPക്ക് അരുവിക്കര പോലൊരു മണ്ഡലത്തിൽ അത്ര അധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ ഭൂരിപക്ഷ സമുദായ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ഐതിഹാസികമായ ഈ ഭൂരിപക്ഷ സമുദായ ഐക്യം എന്ന ആശയം ഉയർത്തിക്കൊണ്ട് സമത്വ മുന്നേറ്റ യാത്ര എന്നോ മറ്റോ പേരിട്ട ഒരു യാത്ര അങ്ങ് കാസർഗോഡല്ല, അതിനപ്പുറത്ത് കർണാടകത്തിൻ്റെ കർണാടകത്തിൻ്റെ വടക്കേ നിന്ന് ആരംഭിച്ചു, തിരുവനന്തപുരത്ത് വന്ന് സമാപിച്ചു. അതിനിടയ്ക്കാണ് അദ്ദേഹം ആലുവയിൽ വന്ന് ഗംഭീരമായൊരു പ്രസംഗം നടത്തി പുള്ളിയുടെ പേരിൽ മതവികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചതിന് കേസൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സമത്വ മുന്നേറ്റ യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോഴത്തേക്കും സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ മാറ്റമുണ്ടായി. തുടർന്നാണ് അദ്ദേഹം BDJS എന്നൊരു പാർട്ടി പ്രഖ്യാപിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.